ധനഹ 6-ാം വ്യാഴം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. നഷ്ടപ്പെട്ട ആടിൻ്റെയും നാണയത്തിൻ്റെയും ഉപമ. നഷ്ടപ്പെടലുകളുടെ 3 കഥകളാണ്. ലൂക്ക 15-ാം അധ്യായം. നഷ്ടപ്പെട്ടതൊക്കെ അവസാനം കണ്ടെത്തുന്ന കഥകൾ. എല്ലാം തന്നെ ദുഃഖത്തിൽ ആരംഭിക്കുന്നു, ആനന്ദത്തിലും സന്തോഷത്തിലും അവസാനിക്കുന്നു. ചുങ്കക്കാരും പാപികളും മതജീവിതം ഇല്ലാത്തവരും മതത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരുമായിരുന്നു. ആത്മാർത്ഥമായി അവൻ്റെ വാക്കുകൾ കേൾക്കാനാണ് അവർ വന്നത്. എന്നാൽ മതജീവിതത്തിൻ്റെ കുത്തകക്കാരായ ഫരിസേയരും നിയമജ്ഞരും പുരോഹിതരും അവനെ ശ്രവിക്കാനല്ല, കുറ്റം കണ്ടുപിടിക്കാനാണ് വന്നിരുന്നത്. അവർക്കും അവരെപ്പോലെ ചിന്തിക്കുന്നവർക്കും വേണ്ടിയാണ് ഈ ഉപമകൾ പറയപ്പെടുന്നത്. 99 ആടുകൾ സ്വയം നീതീകരിച്ച വിഭാഗത്തെയും നഷ്ടപ്പെട്ട ആ ഒരു ആട് തള്ളിപ്പറയപ്പെട്ടവരെയും പ്രതിനിധീകരിക്കുന്നു. ഒരിക്കൽ വഴിതെറ്റിപ്പോയാൽ തിരിച്ചു വരാൻ അറിയാത്ത മൃഗമാണ് ആടുകൾ. യജമാനൻ തേടി കണ്ടുപിടിച്ചില്ലെങ്കിൽ നിത്യമായി അവ നഷ്ടപ്പെട്ടത് തന്നെ. രണ്ടാമത്തെ ഉപമയിലെ നാണയവും തിരിച്ചു കിട്ടണമെങ്കിൽ അന്വേഷിച്ചു കണ്ടുപിടിക്കുക തന്നെ വേണം. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ പോയത് പോകട്ടെ, പുകഞ്ഞ പുറത്ത് എന്നതല്ല ദൈവസ്വഭാവമെന്ന് യേശു. ഇത് തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. കണ്ടുകിട്ടുവോളം ദൈവം അന്വേഷിക്കും. അന്വേഷിക്കുക മാത്രമല്ല, അവസാനം വരെ കാത്തിരിക്കും എന്ന് ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഈ സ്വഭാവം സ്വന്തം ജീവിതത്തിലൂടെ യേശു പ്രവർത്തിച്ചു കാണിച്ചു. ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് യേശു. അതേപോലെ കരുണയുള്ളവനാകാനാണ് നമ്മുടെയും വിളിയും.